സജ്ജനങ്ങളെ നമസ്തേ. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി 15-ാം ദിവസത്തെ ലഘുപ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണം ആദ്യന്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ രാക്ഷസന്മാരെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഒക്കെ നിഗ്രഹിക്കുന്നത് കാണാം. നമുക്കൊരു പക്ഷേ സംശയം തോന്നും, ഇങ്ങനെ രാക്ഷസന്മാരെയാണെങ്കിലും കൊന്നൊടുക്കുന്നത് ശരിയാണോ എന്നുള്ളത്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഏതൊരു വ്യക്തിയിലും രാക്ഷസീയത രൂപം കൊള്ളുന്നത് അയാൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ കൊണ്ടും കുടുംബാന്തരീക്ഷം കൊണ്ടും ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് രാമായണത്തിലുടനീളം കാണാനും കഴിയും. ആരണ്യകാണ്ഡത്തില് വിരാധവധം എന്ന ഒരു ഭാഗമുണ്ട്. വിരാധൻ പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി വന്നിടിനാൻ അതു നേരം. രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും കണ്ടപ്പോ അങ്ങനെ അലറിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ആരാണ്? ഈ ദുഷ്ടജന്തുക്കളുള്ള കാട്ടില് എന്തിനാണ് നിങ്ങൾ വന്നത്? മുനിവേഷം കൈക്കൊണ്ടുകൊണ്ട്. അതുകൊണ്ട് എന്തു വേണം? നിങ്ങൾ ഈ സീതാദേവിയെ ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയിക്കോളൂ എന്ന് പറയുന്നു. നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിൻ, അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവേൻ ഭവാന്മാരാൽ എന്നാ പറയുന്നത്. ശ്രീരാമൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്, സീതാദേവിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, ലക്ഷ്മണനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴാണ് നിശാചരനായ വിരാധൻ പറയുന്നത്, ഈ 3 ലോകത്തിലും എന്നെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ പ്രദേശത്ത് താപസന്മാരൊന്നുമേ തന്നെ താമസിക്കില്ല, കാരണം അവർക്കെല്ലാം എന്നെ പേടിയാണ്. നിങ്ങൾക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങളെല്ലാം ഇവിടെ അടിയറവ് വെച്ച് സീതാദേവിയെ എനിക്ക് നൽകി നിങ്ങൾ എങ്ങോട്ടെങ്ങാനും ഓടിപ്പൊക്കോളെന്ന് പറഞ്ഞു. അപ്പോ വിരാധനെ എന്തു ചെയ്തു? മൈഥിലിയെ നോക്കി വന്ന അവനെ ശ്രീരാമചന്ദ്രൻ അമ്പുകൊണ്ട് ഹസ്തങ്ങളറുത്തു. അപ്പോ രാമന്റെ നേരെ വക്രവും പിളർന്നു വന്നപ്പോ അസ്ത്രങ്ങൾ കൊണ്ട് പാദങ്ങൾ ഖണ്ഡിച്ചു. അപ്പൊ പാദങ്ങളുമില്ല, കൈകളുമില്ല. ഒടുവിൽ ഉത്തമാംഗം ശിരസ്സും ഛേദിച്ചു. പെട്ടെന്ന് തന്നെ അപ്സര സ്ത്രീകളും ഒക്കെ നൃത്തം ചവിട്ടി. ഈ സമയത്ത് വിരാധന്റെ ഉള്ളിൽ നിന്ന് ഒരു ധന്യരൂപനെ കാണായി വന്നു. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്വർണഭൂഷണം കുമ്പൂണ്ട് സൂര്യ സന്നിഭകാന്തിയ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തൊടും രാഘവം പ്രണതാർത്തിഹാരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇങ്ങനെ രാമനെ സ്തുതിച്ചുകൊണ്ട് ഒരു സുന്ദര രൂപം ആ വിരാധനിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഭഗവാനെ, ഞാനൊരു വിദ്യാധരനായിരുന്നു. ദുർവാസാവ് എന്ന മുനിയുടെ ശാപം കൊണ്ടാണ് ഞാൻ രാത്രിഞ്ചരനായി തീർന്നത്. നോക്കുക, ഒരു വിദ്യാധരൻ. ഇത് ദേവലോകത്തെ പാട്ടുകാരും നൃത്തക്കാരും ഒക്കെയാണ് വിദ്യാധരന്മാര്. കിന്നരന്മാര്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, ഇവരൊക്കെ ദേവലോകത്തുള്ളവരാണ്. അവിടെ വാദ്യഘോഷം മുഴക്കുന്നവരും നൃത്തം ചവിട്ടുന്നവരും ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് മനസ്സ് ദുഷിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശാപത്താൽ രാക്ഷസീയത കൈവരിക്കുന്നു.
ഇനി ആ രാക്ഷസീയത ഇല്ലാതാവണമെങ്കിലോ സത്സംഗം ഉണ്ടാവണം. ഏതെങ്കിലും ഭഗവാന്റെ സാമീപ്യം അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുടെ സാമീപ്യം, ഋഷീശ്വരന്മാരുടെ സാമീപ്യം ഉണ്ടായാൽ ഇയാളിൽ മാറ്റം വരും. ഇയാളിലെ രാക്ഷസൻ മരിക്കും. നോക്കണം, ശ്രീരാമചന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാക്ഷസനെ നിഗ്രഹിച്ചു കളഞ്ഞു. അപ്പോൾ യഥാർത്ഥ വിദ്യാധരൻ പുറത്തു വന്നു. ഇതുപോലെ നമ്മളിലൊക്കെ നേരത്തെ നമ്മൾ രത്നാകരൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നമ്മളിൽ ഓരോരുത്തരിലും പല കുഴപ്പങ്ങളും കാണിക്കുന്ന രാക്ഷസന്മാർ ഒളിഞ്ഞിരിപ്പുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടാവാം, മറ്റുള്ളവരെ ഉപദ്രവിച്ചത് കൊണ്ടാവാം, അവരെ മാനസികമായി വിഷമിപ്പിച്ചത് കൊണ്ടാവാം, ഒക്കെ നമ്മുടെ ഉള്ളിൽ ഒരു രാക്ഷസൻ ഇങ്ങനെ വളർന്നു വരും. ഈ രാക്ഷസനെ ഇല്ലാതെയാക്കണമെങ്കിൽ നാമം ജപിക്കുക, ഭഗവാന്റെ സഹായം തേടുക. അപ്പോൾ ആ രാക്ഷസനെ ഭഗവാൻ എന്ത് ചെയ്യും? നിഗ്രഹിച്ചു തരും. അങ്ങനെ നിഗ്രഹിച്ച് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പഴയ രൂപത്തിലേക്ക് വരും. അപ്പം നമ്മൾ ആരും ജനിക്കുമ്പോൾ മോശമായ സ്വഭാവമുള്ളവരോ ഒന്നും അല്ല. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ ഇടപെടുന്ന മേഖലകളും ഒക്കെയാണ് നമ്മളെ ആ ഒരു തരത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ തന്നെ ആരണ്യകാണ്ഡത്തിൽ പിന്നീട് കബന്ധ ഗതി പറയുന്ന ഒരു സ്ഥലമുണ്ട്. കബന്ധൻ എന്ന് പറഞ്ഞാൽ ശിരസ് വയറ്റിലാണ്. ഈ കബന്ധൻ 2 ഭുജങ്ങളെ കൊണ്ട് രാമലക്ഷ്മണന്മാരെ വരിഞ്ഞു മുറുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കുരുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ 2 കൈകളും അവർ രണ്ടുപേരും ഛേദിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ കബന്ധൻ തൻ്റെ പൂർവാശ്രമത്തെ പറ്റി പറയുന്നുണ്ട്. താപസശാപം കൊണ്ടാണ് ഞാൻ രാക്ഷസനായത്. ഏത് താപസന്റെ? അഷ്ടാവക്രൻ എന്ന് പറയുന്ന താപസന്റെ. അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ 8 വളവുണ്ട് ആ മുനി ശ്രേഷ്ഠന് ശരീരത്ത്. ഇത് കണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചു. നോക്കുക, നമ്മൾ വൈകല്യമുള്ളവരെ നമ്മുടെ ചുറ്റും നമ്മൾ കാണും. അവരെയൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും അവരെ എന്ത് ചെയ്യരുത്? കളിയാക്കരുത്, ഉപദ്രവിക്കരുത്. അഷ്ടാവക്രനെ അങ്ങനെ കളിയാക്കിയപ്പോൾ ഇദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു. അപ്പൊ ഈ ഗന്ധർവൻ അഷ്ടാവക്രനെ കളിയാക്കിയപ്പോൾ അഷ്ടാവക്രൻ ശപിച്ചു, നീ ഒരു രാക്ഷസനായി പോകട്ടെ എന്ന്. കാരണം രാക്ഷസ മനസ്സുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വൈകല്യങ്ങളെ നോക്കി കളിയാക്കാൻ പറ്റൂ. നമ്മളൊക്കെ ചിലപ്പോൾ നാട്ടുമ്പുറത്തൊക്കെ ചിലരെ കറമ്പനെന്നും ഒത്തിരി വെളുതിരിക്കുകയാണെങ്കിൽ സായിപ്പെന്നും പൂച്ചക്കണ്ണമെന്നും അവരുടെ രൂപങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒക്കെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും പാടില്ല. അവരുടെ വൈകല്യങ്ങൾ, കാരണം അത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഈശ്വര നിശ്ചയം അനുസരിച്ചാണ് ഓരോരുത്തർക്ക് പിന്നെ മുടന്തോ പൂച്ചക്കണ്ണോ കോങ്കണ്ണോ പിന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. അങ്ങനെ കളിയാക്കിയാൽ അത് രാക്ഷസ ജന്മമാണ്. നമ്മളങ്ങനെ കളിയാക്കിയാൽ നമ്മൾ രാക്ഷസ ജന്മമാണെന്ന് പറയേണ്ടി വരും. ആ രാക്ഷസീയതയെയാണ് ഇവിടെ എന്ത് ചെയ്തത്? ശ്രീരാമൻ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോഴോ ഇദ്ദേഹം നല്ല സുന്ദരനായ ഒരു ഗന്ധർവനായി മാറി. അപ്പോ രാക്ഷസനായി മാറി, ശാപം കൊണ്ട് രാക്ഷസനായി മാറിക്കഴിഞ്ഞപ്പോ ഒരിക്കൽ ഞാന് ഇന്ദ്രന്റെ നേരെ ചാടിച്ചെന്നു. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു? എൻ്റെ തല അങ്ങ് അറുത്തു. എന്നിട്ടും എനിക്ക് മരണം വന്നില്ല. ആ തല വന്ന് എന്ത് ചെയ്തു? എൻ്റെ വയറ്റിൽ വീണു. അല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. അപ്പോൾ വജ്രമേറ്റിട്ടും മരണം സംഭവിക്കാത്ത വന്നപ്പോൾ എൻ്റെ തല എൻ്റെ കുക്ഷിയിൽ, എൻ്റെ വയറ്റിലാക്കി. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും 1 യോജനായതങ്ങളായി. എൻ്റെ മുഖവും പാദങ്ങളും ഒക്കെ വയറ്റിനകത്താണ്. പിന്നെ കൈക്ക് മാത്രം നല്ല നീളമുണ്ട്. ആ നീളമുള്ള കൈ കൊണ്ടാണ് ഞാൻ അതുവഴി ആര് പോയാലും അതുവഴി പിടിച്ച് ഞാൻ അവരെ എന്ത് ചെയ്യും? ഭക്ഷിക്കും. അതുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ ദേഹം ഒന്ന് കത്തിച്ച് വന്നി ജ്വലിപ്പിച്ചൊന്ന് കത്തിച്ചു തരണം, ഞാൻ മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നോക്ക്, എത്രയോ നല്ല ഒരു മനുഷ്യനായി തീരുകയാണ്. ആ കബന്ധദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നോക്ക്, ആ രാക്ഷസദേഹം, ആ വൈരൂപ്യം നിറഞ്ഞ രാക്ഷസദേഹം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്ന്
ദിവ്യ വിഗ്രഹത്തോടും മന്മഥ സമാനനായി, കാമദേവന് സമാനനായിട്ട്, സർവഭൂഷണ പരിഭൂഷിതനായിട്ട് ഒരു രൂപം വന്നു. എന്നിട്ട് രാമദേവനെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് സാഷ്ടാംഗ നമസ്കാരമൊക്കെ ചെയ്ത് 3 പ്രാവശ്യം തൊഴുത് ആ ഗന്ധർവൻ ആനന്ദത്തോടുകൂടി, ഇടറുന്ന തൊണ്ടയോടുകൂടി, ഇടറുന്ന വാക്കുകളോടുകൂടി ശ്രീരാമചന്ദ്രനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈശ്വര സാമീപ്യമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ രാക്ഷസീയത ഇല്ലാതെയാകും. അപ്പോൾ ഈ പറയുന്ന എല്ലാ രാക്ഷസന്മാരുടെയും വധങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനിലെ ഈ ഈശ്വര സാമീപ്യം ഉണ്ടായി കഴിയുമ്പോൾ അയാളിലെ രാക്ഷസൻ ഇല്ലാതെയാവും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ പുരാണങ്ങളിലെല്ലാം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ മേഘനാഥ വധവും കുംഭകർണവധവും രാവണവധവും ഒക്കെ നമ്മളിനി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കബന്ധന്മാരും വിരാധന്മാരും കുംഭകർണന്മാരും രാവണന്മാരും താടകമാരും ശൂർപ്പണഖമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ രാമനാമം ജപിച്ചുകൊണ്ടവരെ സമീപിച്ച് രാമമന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിലെ രാക്ഷസനെ നിഗ്രഹിച്ചു കളയണം. അതാണ് നമ്മൾ ധർമ്മത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് എന്തിനാണ്? ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. ധർമ്മസംസ്ഥാപനാർത്ഥായ, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഈശ്വരന്മാരാണ്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈശ്വരനില്ല എന്ന് പറയുന്നവരും എല്ലാം ഈശ്വരന്മാർ തന്നെയാണ്. എല്ലാവരിലും ഉള്ളത് ഒരേ ഈശ്വരൻ്റെ ചൈതന്യം തന്നെയാണ്. അഹം ബ്രഹ്മ അസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന ചിന്തയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുക, മറ്റുള്ളവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യുക? സഹായിക്കുക. നമ്മൾ ഈ ഒരു രാമായണത്തിൻ്റെ കാലിക പ്രസക്തി ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും തുടരും. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.